മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ RLV രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമ നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് ഹാജരായി. സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഇന്ന് അവർ നേരിട്ട് കോടതിയിൽ ഹാജരായത്. RLV രാമകൃഷ്ണനെതിരെ വിവാദ പരാമർശം നടത്തിയത് കലാമണ്ഡലം സത്യഭാമയാണ്. കേരളം ഏറെ ചർച്ച ചെയ്ത വിവാദമാണ്. ദൃശ്യങ്ങൾ കാണുന്നത് അവർ കോടതിയിൽ ഹാജരാവാൻ ഇന്നെത്തിയതാണ്. നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അവർ ഹാജരായത്. വി വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ ഈ കോടതിയിൽ ഹാജരാവേണ്ട സാഹചര്യം ഉണ്ടായത്. എന്താണ് വിശദാംശങ്ങൾ, ഒപ്പം കോടതി നടപടികൾ? കലാമണ്ഡലം സത്യഭാമ ഇപ്പോൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആളൂരാണ് സത്യഭാമയ്ക്ക് വേണ്ടി കോടതിയിൽ വാദമുഖങ്ങൾ നിരത്തുന്നത്. 12 മണിക്ക് ഇനി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ കേസെടുത്തെങ്കിലും 12 മണിക്കായിരിക്കും വിശദമായ വാദം കേൾക്കുക. നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം തേടി സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അന്ന് ഹർജി തള്ളുകയാണ് ചെയ്തത്. മാത്രവുമല്ല, SC കോടതിയെ സമീപിക്കാൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി SC കോടതിയെ സമീപിക്കണമെന്നും ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ SC കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. മാധ്യമങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സത്യഭാമയോട് പ്രതികരണം ആരാഞ്ഞു. എന്നാൽ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. അഭിഭാഷകനൊപ്പമാണ് രാവിലെ തന്നെ ഈ നെടുമങ്ങാട് കോടതിയിലേക്ക് എത്തിയത്. അതിനുശേഷം കോടതി മുറിയിലേക്ക് പോവുകയായിരുന്നു. കോടതി വിധി വരേണ്ടതുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് വിധിയാകും പുറപ്പെടുവിക്കുക എന്നത് ഇവരും കാത്തു നിൽക്കുന്നു. ഒരുപക്ഷെ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ ഉപാധികളോടെ ജാമ്യം നൽകുമോ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളുമോ, അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായിരുന്നാലും അഡ്വക്കേറ്റ് ആളൂരാണ് സത്യഭാമയ്ക്ക് വേണ്ടി ഹാജരാകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. തിരിച്ച് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അതാണ് സാഹചര്യം. കലാമണ്ഡലം സത്യഭാമ നെടുമങ്ങാട് കോടതിയിൽ ഹാജരായി. മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അവർ ഇന്ന് കോടതിയിലെത്തിയത്. BA ആളൂരാണ് അവർ അഭിഭാഷകനായി ഹാജരാവുന്നത്. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം പ്രതികരണം ഉണ്ടായേക്കാം. അതിന് നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും മറ്റൊരു വാർത്തയിൽ